അവറാച്ചൻ കൂളംകുന്നേൽ എന്റെ ദൈവമേ ഈ എല്ലുപിടിക്കതിലാട്ടാണ് എന്നെ കൊണ്ട് പൊട്ടഞ്ചിക്കാതി കുഴമ്പിൽ കിടക്കണം എന്നെ ഇതുക്കൊക്കെ ഞാൻ കിഴിപിടിക്കേണ്ട വരുമല്ല എന്റെ ഈശോയെ മോനെ ഇങ്ങോട്ട് വന്നേ എന്നെ വൃദ്ധസദനത്തിൽ കൊണ്ടിടാൻ വേണ്ടി വന്നവനും അല്ലല്ലോ. അല്ലല്ല, പിന്നെ ഇതെന്റെ വൈഫ് ഹൗസാ. അത് ശരി. ആ നിൽക്കുന്ന ഊളംകുന്ന അവറാച്ചൻ എന്റെ അമ്മായിപ്പൻ, അപ്പുറം നിൽക്കുന്ന ഊളംകുന്ന റോസമ്മ എന്റെ അമ്മായിമ്മ. ഓ ആ നിൽക്കുന്നത് നിന്റെ അമ്മായിയപ്പന്റെ അച്ഛനാണ്? അല്ലല്ല, അതിന്റെ ഡ്രൈവറാ. അത് അപ്പൊ അയാൾ ഓടിക്കണ വണ്ടി ഇറക്കിയിരിക്കണം അല്ലേ? ഈ വണ്ടിയല്ല, വണ്ടി ഓടിക്കാൻ വേറെ ഡ്രൈവർ ഉണ്ട്. അത്യാവശ്യം ഓടിക്കാൻ വേണ്ടി ഒരാളുണ്ട്. ഓ അത് ദൈവഭാഗം, അല്ലെങ്കിൽ ആ തന്തേരം നല്ല കാര്യം വട്ടപ്പോക്കാം. ആ ഡ്രൈവറെ ആ ലഗേജ് ഒന്ന് വണ്ടിക്കാരനെ എടുത്ത് വെക്കണേട്ടാ. ഇടി കണ്ട വഞ്ചാരക്കുട്ടല്ലേ നാളെ ഒഴുകണ വാ. വരണ്ടായിരുന്നു, വല്ല കടുങ്കാക്കും കുടിച്ച് വീട്ടിൽ ഇരുന്നാ മതി. അപ്പച്ചാ അമ്മച്ചി, ഇതാണ് ഞാൻ പറഞ്ഞ പുതിയ സെർവന്റ് സ്റ്റെല്ല. ഇഷ്ടപ്പെട്ടോ? എടാ എന്റെ അമ്മയെ കഴിഞ്ഞും പ്രായമുണ്ട്, അവിടെ പിടിച്ച് ഇരുത്തി വരെ കൊണ്ടുപോയി. ആർക്കോടാ പ്രായം? ആർക്കാ പ്രായം? എനിക്ക് പ്രായമൊന്നുമില്ല കേട്ടാ. എന്തെല്ലാം പ്രതീക്ഷയായിരുന്നു. രാവിലെ കുളിച്ചൊരുങ്ങി പട്ടുകുപ്പായ ഇട്ട് നിൽക്കുക. പ്രതീക്ഷയുണ്ട്, ശരീരത്തിനാ പ്രായം. അവരുടെ നാക്കിന് 18 വയസ്സാ. ഏതായാലും കേറി വാ. യാത്ര കഴിഞ്ഞ് വന്ന ക്ഷീണമല്ല, അങ്ങോട്ട് അപ്പച്ചൻ അങ്ങനെ പറഞ്ഞു പോയതാ. ഓ എന്റെ വാതാവേ. അല്ല കൊച്ചമ്മേ, ഇവിടെ ആരൊക്കെയുണ്ട്? ഞങ്ങക്ക് 6 മക്കളാണ്. അത് 2 പെണ്ണും 4 ആണുമാണ്. ഇളയവനാണ് ഇവിടെ നിൽക്കുന്നത്. അത് ശരി. പിന്നെ ഒരുത്തൻ ദുബായിലാ. അവന്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് അവൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി അവന് ഇവിടെ എന്തെങ്കിലും പണി നോക്കണം. ബാക്കിയുള്ളവരെല്ലാം മാറി താമസിച്ചേക്കുക. എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. എനിക്ക് 4 മക്കള്. 4 മക്കളും വീട്ടിലെവിടെ ഞാൻ നേരെ മാറി താമസിക്കും. ഞാനിപ്പോ ആലോചിക്കുന്നേ, ഞാനും ഇങ്ങോട്ട് മാറി താമസിച്ചായിരുന്ന. ഞാനിപ്പോ വിചാരിക്കുന്നതേ തന്നെ എന്റെ കെട്ടിയവനെയും കൂടെ ഇവിടുന്ന് എങ്ങനെ മാറ്റി താമസിപ്പിക്കുമെന്നാ. അത് കൊള്ളാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ആ എന്താ ചേട്ടന്റെ പേര്? എന്റെ പേര് മത്തായിന്ന. ഓ എന്താ മോടെ പേര്? എന്റെ പേര് സ്റ്റെല്ലമ്മ എന്നാണ്. പിന്നെ വലിയ വലിയ വീട്ടിലായിട്ട് പഠിക്കൂടെ ഇല്ലേ, അത് കണ്ട പേര് സ്റ്റെല്ല എന്നാക്കി. ഓ ശരി. അപ്പോഴും ചേട്ടൻ എന്റെ കൂടെ ഉണ്ടാകണം. ഞാൻ എപ്പോഴും മോടെ കൂടെ ഉണ്ടാവും. പക്ഷെ മോൾ ഒരു കാര്യം ശ്രദ്ധിക്കും. എന്താണ് കാര്യം? ഈ തള്ളേനെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഭയങ്കര ഊശാട്ടയാ. അത് ശരി. ചോർക്ക് മീശയില്ലെന്നേ ഉള്ളൂ. 6 മക്കളെ ആവറാച്ചാനെ വരച്ച വരെയല്ല അവര് നിർത്തുന്നത്. അത് ശരി. എന്റെ പൊന്നോനൊന്ന് ശ്രദ്ധിച്ചോണേ. അത് കുഴപ്പമില്ല, അത് ഞാൻ നോക്കിക്കോളാം. ഞാനേ അച്ഛനെ പിന്നെ നല്ല മകളാണ് ഞാൻ. അച്ഛൻ കൂടെ ഉള്ളപ്പോ എനിക്കെന്തിനാണ് പേടി? വീട്ടുകാരെ, ഇവിടെ ആരും ഇല്ലേ? ഇത് ഈ കഥകളെല്ലാം തുറന്നിട്ട് ഇവരിത് എവിടെ പോയി കിടക്കുക? ചേച്ചിയെ, ഈ അവറാച്ചനക്ക് ഇത് എവിടെ പോയി കിടക്കുക? ഒരു മനുഷ്യരില്ലല്ലോ ഇവിടെ. ആരാണ്? എന്താണ് കാര്യം? നമസ്കാരം. നമസ്കാരം. ഞാൻ മെമ്പർ പ്രേമൻ. എന്താണ് മെമ്പറെ കാര്യം? ഈ കുടുംബത്തിലൊരു ജോലിക്കാരി വന്ന് ഞാനറിഞ്ഞു. ഈ നാട്ടിൽ എന്ത് നടന്നാലും അത് ഞാൻ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് പ്രശ്നം എവിടെയുണ്ടോ അവിടെ ഈ പ്രേമനുണ്ട്. അത് അങ്ങനെയല്ല പറയേണ്ടത്. പ്രേമൻ എവിടെയുണ്ട് അവിടെ പ്രശ്നമുണ്ട്, അങ്ങനെ പറയണം. അമ്മച്ചി പോയാ പെങ്കൊച്ചിനെ വിളിച്ചോണ്ട് വാ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. പ്രേമനോ? എന്താ പ്രേമ ഇതുവഴിയൊക്കെ? ഞാൻ ഇവിടുത്തെ ചില കാര്യങ്ങൾ അറിയാനും ബോധ്യപ്പെടാനായിട്ട് വന്നതാണ്. ഇവിടെ ഒരു വേലക്കാരി വന്നത് കണ്ടല്ലോ, എന്ത് ചെയ്ത്? എന്റെ പ്രേമ, ഇതാ പറഞ്ഞ വേലക്കാരി സ്റ്റെല്ല. ഈ കുടുംബത്തിന്റെ നിലവാരം അനുസരിച്ച് ഇച്ചിരി പ്രായം കുറഞ്ഞ ഒരാളെ ജോലിക്ക് നിർത്താറുണ്ട്. ആരിക്കടെ വേണക്കൂടലി നിന്റെ പെണ്ണുമ്പിളക്കൂടലി ഒരു കാര്യം നമ്പർ ചക്കന്റെ ബാട് പുളിച്ച മര്യാദ പോടാ. ഞാൻ പോയേക്കാം. ഓ എന്തായാലും ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും എന്നെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുമെന്ന്. ഏതായാലും വന്നു കയറി ഐറ്റം കൊള്ളാം. ആ തള്ളയ്ക്ക് പറ്റിയ സാധനം തന്നെ. ഇവർക്ക് ഇതല്ല, ഇതിനപ്പുറം. എന്നോട് ഇതാണെങ്കിൽ ഇവിടെ ഉള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും?
എടാ നീ എന്നാ ചതിയാടാ ഞങ്ങൾക്ക് ചെയ്തത്? അമ്മച്ചി വാഗമണ്ണിന് വരുന്നുണ്ടെന്ന് നിനക്ക് ഒരു വാക്ക് ഞങ്ങളെ വിളിച്ചൊന്ന് പറയാൻ മേലായിരുന്നു. കൃത്യം അമ്മച്ചിയുടെ മുന്നിൽ ചെന്ന് വിട്ട്. ഇപ്പൊ അമ്മച്ചി ഓർഡർ ഇട്ടേക്കുവാ, നീ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ മത്തായിയും കൂടെ കൊണ്ടുപോകണമെന്ന്. അപ്പൊ ഞാൻ നിങ്ങളുടെ അക്തിപ്പറായിട്ട് അവിടെ പോയി കിടക്കുന്നത് ഞാൻ അറിഞ്ഞു. ഉണ്ടെങ്കിൽ ഞാൻ അന്നേരം തന്നെ വിളിച്ചു പറയുന്നത്. ഇത് ഒന്നും പറയാൻ ഞാനും ചെന്ന് കയറി കൊടുത്തത്. ഇനി എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഒന്ന് എന്നെ വിളിച്ചു പറയണം, അല്ലെങ്കിൽ സ്റ്റേഷനോട്ട് വിളിച്ചു പറയണം. ഇതന്നെ ഞാൻ കൊലപാതക കേസിലെ പ്രതിയോ പോലീസുകാരനെ വന്ന് റിപ്പോർട്ട് ചെയ്യും. നീ അളിയൻ പറയുന്നത് കേട്ടാ മതി കേട്ടോ, ചുമ്മാ. അല്ല അളിയ, വേറെ ഐഡിയ, നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാം. എന്നിട്ട് അതിന് അമ്മച്ചിയുടെ നീക്കങ്ങൾ എന്നൊരു പേരിടാം. എന്നിട്ട് നമ്മളെല്ലാവരും അമ്മച്ചി എവിടെയെങ്കിലും വരുന്നുണ്ടോ, എങ്ങോട്ട് പോകുന്നുണ്ടോ, നമ്മളെ തപ്പുന്നുണ്ടോ അതിനകത്ത് അപ്ഡേറ്റ് ചെയ്താൽ പോരെ. അപ്പൊ വിവരങ്ങൾ അറിയാം. എന്ത് ഗ്രൂപ്പ് ഉണ്ടാക്കിയാൽ ശരി, ഇവിടുത്തെ അച്ചായനെ മറ്റേ മത്തായി എന്ന് പറയുന്ന കിഴങ്ങനെ ഉൾപ്പെടുത്തുന്നത് എല്ലാം പൊടും. നമ്മുടെ ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ ഒത്തുകൂടിയാലും അവിടെ അമ്മച്ചി കറക്റ്റായിട്ട് വരും. മനസ്സമാനത്തോടെ അടിക്കാൻ പോലും പറ്റത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം മൂത്ത അളിയുള്ളതുകൊണ്ടാണ് രക്ഷപ്പെട്ടു വന്നത്. എൻ്റെ ഒരു ഐഡിയ ഉണ്ട്. എന്താ ഐഡിയ? ഈ അമ്മച്ചി നമ്മുടെ ഇവിടുത്തെ വണ്ടിയല്ലേ പോകുന്നത്. അതെ. നമുക്ക് ഈ വണ്ടിക്കകത്തൊരു GPS വെക്കുകയാണെങ്കിൽ എല്ലാവർക്കും അതിന്റെ കണക്ഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് അമ്മച്ചി എങ്ങോട്ടാ പോകുന്നതെന്നും വരുന്നതെന്നൊക്കെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. എന്റെ പൊന്നടാത്ത നീ ഒന്ന് പയ്യെ പറ. അതെങ്ങാനും അമ്മച്ചി കേട്ടാ ഇവിടുത്തെ എല്ലാ വണ്ടിയിലും അമ്മച്ചി GPS ഘടിപ്പിക്കും. എന്നിട്ട് നമ്മളൊക്കെ എങ്ങോട്ടാ പോകുന്നത് അമ്മച്ചി ട്രാക്ക് ചെയ്ത് പുറകെ വന്ന് പിടിക്കും. ചുമ്മാ ആളെ പോകണം. അടിക്കാനൊന്നും കൊണ്ടുവന്നില്ല. ഇങ്ങോട്ടല്ലേ ഉണ്ടല്ലോ ആ വേലക്കാര് വരുന്നുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ അവര് കേട്ടോ. എന്താണ്? ഞങ്ങളിവിടെ പറഞ്ഞാലും കേട്ടായിരുന്നു. പിന്നെ ഞാൻ ചെയ്യണ പണിക്കെനിക്ക് കൂലി കിട്ടില്ല, ചില്ലറയാണ് കിട്ടണത്. പിന്നെ നിങ്ങൾ പറയണ കേട്ടിട്ട് കാര്യം എന്നാ ഞാൻ കേക്കാം. ഇനി എന്തെങ്കിലും അമ്മച്ചി അറിഞ്ഞാൽ ഞാൻ ആരെന്നറിയല്ലോ, എറണാകുളം തൂക്കിയെടുത്ത് ജയിലോട്ട് ഇടുകയുള്ളൂ. പിന്നെ എല്ലാ ഇത് കേട്ടിട്ട് മുട്ടുകാലി ഇറക്കുന്നു പോയത് പറ. എന്നെ അങ്ങനെ കേട്ടൊന്നും പഠിപ്പിക്കാൻ നിൽക്കണ്ട. അതിന് വലിയ കേട്ടിട്ടുണ്ട് കേട്ടല്ല പറഞ്ഞത്. എന്താ ചേട്ടാ ദാ വരുന്ന്.